2025 IPL സീസണിലെ ആദ്യ വിജയം രാജസ്ഥാൻ റോയൽസ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. 6 റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മികച്ച ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചത് നിതീഷ് റാണയായിരുന്നു. 36 പന്തിൽ 81 റൺസാണ് നിതീഷ് റാണ അടിച്ചുകൂട്ടിയത്. അതേ സ്ഥലത്ത് ബോളിംഗിൽ വനിന്ദു ഹസരംഗ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 4 ഓവേഴ്സിൽ 4 വിക്കറ്റ് വീഴ്ത്തി. ഇന്നത്തെ മാച്ചിൽ റിയാൻ പരാഗിന്റെ അത്യാവശ്യം നല്ലൊരു ക്യാപ്റ്റൻസിയും കൂടിയായിരുന്നു കാണാൻ സാധിച്ചത്. ഇനിയും രാജസ്ഥാന്റെ അടുത്ത മാച്ച് തൊട്ട് സഞ്ജു സാംസണാകും ടീമിനെ നയിക്കുക. റിയാൻ പരാഗിനെ സംബന്ധിച്ച് ചെന്നൈയുമായി നടന്ന ഈ മാച്ച് നല്ലൊരു മത്സരം തന്നെയായിരുന്നു. ഈ മാച്ചിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ റിയാൻ പരാഗ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. റിയാൻ പരാഗിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ ബോളിംഗ് സമയത്ത് സഞ്ജുബായി ബൗണ്ടറി ലൈനിന്റെ അപ്പുറത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ മാച്ചിലെ ബോളിംഗ് എക്സിക്യൂഷന്റെ പിന്നിൽ സഞ്ജുബായിയുടെ വലിയൊരു കൈ തന്നെയുണ്ട്. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ അതേപോലെ എക്സിക്യൂട്ട് ചെയ്തു. അതിന്റെ ഫലമായി ഞങ്ങൾക്ക് ഈ മാച്ച് ജയിക്കാൻ സാധിച്ചു. ഒരു യങ്സ്റ്റർ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പ്രവൃത്തിയിൽ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാച്ചുകളിൽ ആ കാര്യങ്ങൾ അത്ര മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഈ മാച്ചിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും അടുത്ത മാച്ച് തൊട്ട് സഞ്ജുബായി തന്നെയാകും ടീമിന്റെ ക്യാപ്റ്റൻ എന്നും റിയാൻ പരാഗ് വ്യക്തമാക്കുകയുണ്ടായി. ഈ മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ സിനിമ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതലറിഞ്ഞ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.